ഹലോ, സമ്പത്തിൻ്റെ നിയമങ്ങളിൽ ഇന്ന് നമ്മൾ ആറാമത്തെ നിയമം ആണ് ശ്രദ്ധിക്കുന്നത്. ഇന്ന് ബിസിനസ്സുകാരെ പറ്റിയാണ് വീണ്ടും പറയുന്നത്. ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയ തെറ്റാണ് ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ഓരോ ബിസിനസ്സുകാരാണെങ്കിൽ ഇത് നിങ്ങളിൽ എത്രത്തോളം കണക്ടിവിറ്റി ഒന്ന് താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സ്നേഹം അറിയിക്കുക. ഒരു കമൻറ്റ് തെറിയായാലും മറ്റേതായാലും അല്ലേ, ബിസിനസ്സുകാർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ. സോഷ്യൽ മീഡിയ ആണുള്ളതുകൊണ്ട് പല ബിസിനസ്സുകാരും കരുതുന്നത് കൂടുതൽ വിൽപ്പനയുണ്ടായാൽ അവർ വിജയിക്കുമെന്നാണ്. സത്യമാണോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. പക്ഷെ അതൊരു പകുതി സത്യം മാത്രമാണ്. വിൽപ്പനയുണ്ടായാലും അതിനൊപ്പം ചിലവുകൾ നിയന്ത്രിക്കുന്നതാണ് ഒരു ബിസിനസ്സിൻ്റെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ നിയമം ഇതാണ്: ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയ തെറ്റ് ചിലവ് മനസ്സിലാക്കാത്തതാണ് എന്നുള്ളതാണ്. പല ബിസിനസ്സുകാരും വിൽപ്പനയുടെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് അഭിമാനിക്കും. ഞാൻ ഈ മാസം ഇത്ര കച്ചവടം ഉണ്ടാക്കി, ഇത്രയും ഉണ്ടാക്കി. പക്ഷേ എത്ര ചിലവായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്രയാണ് നിങ്ങളുടെ എക്സ്പെൻസ് എന്ന് ചോദിച്ചാൽ, ആ പണം അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് അവിടെ ഇത്ര കൊടുത്തിട്ടുണ്ട്, ഇത്ര കിട്ടിയിട്ടുണ്ട് കിട്ടാനുണ്ട് എന്നുള്ള കണക്കുകളായിരിക്കും പറയാം. ബിസിനസ് ഒരു വെള്ളക്കുപ്പി പോലെ ആയിപ്പോയാൽ പിന്നെ ഒരു കാര്യമില്ല. എല്ലാം ഹോളിലൂടെ അങ്ങ് തുളകൾ. വെള്ളം എത്ര ഒഴിച്ചാലും തുളകളടക്കാതെ അത് നിറയില്ല എന്നുള്ള തത്വം ഒന്ന് മനസ്സിലാക്കുക. ഒരു ബുദ്ധിമാനായ ബിസിനസ്സുകാരൻ ചെയ്യുന്നത് അവൻ്റെ ബിസിനസ്സിനെ ചെലവിനെ 3 തരത്തിൽ വേർതിരിക്കും. അതിൽ ഏതിനെയാണ് കട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ അറിയാം. ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. 3 തരത്തിലുള്ള എക്സ്പെൻസുകളാണ് നമുക്കുള്ളത്. ഒന്ന്, ഗ്രോത്ത് എക്സ്പെൻസ്, ഭാവിയിലേക്കുള്ള ചെലവ്. മാർക്കറ്റിംഗ് ആയാലും ട്രെയിനിങ്, പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ, ഓപ്പറേഷണൽ എക്സ്പെൻസ്. എന്താണ്? ശമ്പളം, വൈദ്യുതി, വാടക, സപ്ലൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓപ്പറേഷണൽ എക്സ്പെൻസ്. മൂന്നാമതായിട്ടുള്ളൊരു എക്സ്പെൻസ് ഉണ്ട്, വേസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. മനസ്സിന് തൃപ്തി ലഭിക്കാൻ വേണ്ടി ബിസിനസ് മുതലാളി ചെയ്യുന്ന ഒരു മൂല്യവുമില്ലാത്ത അലങ്കാര ആവശ്യങ്ങൾക്കും സ്റ്റാറ്റസ് ഷോയ്ക്കും കണക്കില്ലാത്ത ഓഫറുകൾക്കും വേണ്ടി ചിലവാക്കുന്ന കാശ്. ഇതിലേത് വിഭാഗത്തിലാണ് നിങ്ങളുടെ എക്സ്പെൻസ് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. പണം ഉണ്ടാക്കുന്നതല്ല വിജയമെന്നാൽ പണം നിലനിർത്തുന്നതാണെന്ന് ഓരോ ബിസിനസ്സുകാരനും ഒന്ന് തിരിച്ചറിയുക. നല്ല ബിസിനസ് അതിൻ്റെ ക്യാഷ് ഫ്ലോ മനസ്സിലാക്കുന്നിടത്താണ് സംഭവിക്കുന്നത് എന്ന് അറിയുക. ദിവസം പണം എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, ഈ അതായത് ഇവിടെ കാശ് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് 2 കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ടായാൽ എല്ലാ ബിസിനസ്സും അല്ലെങ്കിൽ എല്ലാ സമ്പത്തിനും വിജയത്തിലാകുമെന്നുള്ളത്. ഏണിംഗ് ബിൽഡ് യുവർ ഈഗോ, but saving build your empire എന്ന് പറയാം. So just for you the time. Thank you very much. See you next video.